ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമെല്ലാം റെഡിയാക്കുന്ന കിച്ചൺ ടീമിനെയാണ് ലൈവിൽ കാണിക്കുന്നത്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള അരിയെല്ലാം ഇട്ട് ഗ്യാസിൽ വെച്ചപ്പോൾ ഗ്യാസ് പെട്ടെന്ന് കെട്ടു. അപ്പോൾ അനു വീണ്ടും അത് കത്തിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഗ്യാസ് അവിടെ കത്തുന്നില്ല. എന്നിട്ട് കിച്ചൺ ടീമും മറ്റുള്ളവരെല്ലാരും കൂടി അവിടെ അലറി വിളിക്കുന്നുണ്ട്. ബിഗ് ബോസെ ഗ്യാസ് കഴിഞ്ഞു, ഉടൻ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണ്. അപ്പോൾ അനീഷ് പറയുന്നു, ബിഗ് ബോസെ ഗ്യാസ് കഴിഞ്ഞു. തമാശയല്ല, ഗ്യാസ് ഞങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ട സാധനമാണ്. ചതിക്കല ബിഗ് ബോസെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ ക്യാമറ നോക്കി പറയുന്നു. അപ്പൊ ഷാനവാസ് പറയുന്നു, തിന്നുന്ന കാര്യമായതുകൊണ്ട് അനീഷാണ് മുൻകൈ എടുത്തോളും, അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഷാനവാസും അപ്പാനിയും എല്ലാം അവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം കിച്ചൺ ടീമും മറ്റുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് അവിടെ ഒരു സമരം ചെയ്യുന്നു. എന്നിട്ട് സമരത്തിന് മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പാനി, അനുമോള്, ആര്യൻ ഇവരൊക്കെയാണ്. മുദ്രാവാക്യം എന്തെന്ന് വെച്ചാൽ, എന്റെ പൊന്നു ബിഗ് ബോസെ ഗ്യാസ് തരൂ, ഗ്യാസ് തരൂ, പട്ടിണിക്കിട്ടലെ ബിഗ് ബോസെ, പാവങ്ങളാണ് ബിഗ് ബോസെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലൈവിൽ പൊരിഞ്ഞ സമരമാണ് നടക്കുന്നത്. അപ്പോൾ ലെവിൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, ഇതിൽ കുറെ വിഷയങ്ങളുണ്ട്, അവരെല്ലാം കൂടി എനിക്ക് പണി തന്നതാ, നിങ്ങളൊക്കെ പട്ടിണി കിടക്കാന്നെല്ലാം പറഞ്ഞുകൊണ്ട് നെവിൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അനീഷ് പറയുന്നുണ്ട്, 3 തക്കാളി എനിക്ക് വേണ്ടി മാറ്റി വെക്കണേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന അനീഷിനെല്ലാം ലൈവിൽ കാണാം. അതിനുശേഷം മത്സരാർത്ഥികൾ വീണ്ടും മുദ്രാവാക്യം വിളിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് മുദ്രാവാക്യം വിളിയെല്ലാം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അവർക്ക് ഗ്യാസ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളെല്ലാം അവിടെ തുള്ളിച്ചാടിക്കൊണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് നന്ദിയെല്ലാം പറയുന്നതെല്ലാമാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഇവരുടെ ഒരു സമരം എന്തായാലും പൊളിയായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.